ഓക്കെ, അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ സാധനം എന്താ? പാനിപൂരി. ഞങ്ങൾ പാനിപൂരി ഉണ്ടാക്കാൻ പോവാ ഇന്നത്തെ ഞങ്ങളുടെ ദിവസം എന്ന് പറയുന്നത്. ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നേരം കളയാം. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് കോസ്കോന്ന് മേടിച്ച പാനിപൂരിയുടെ റെഡിമെയ്ഡ് മറ്റേ ഉണ്ടകളുണ്ട്. ഉണ്ടകളിൽ മറ്റേ ഇതിൻ്റെ ആ വെള്ളം ഉണ്ടാക്കാനുള്ള സാധനം മിക്സ് അതിനകത്ത് ഉണ്ട്. ഓൾറെഡി ഇന്നാൾ എടുത്തതിൻ്റെ കുറച്ച് പകുതി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഞങ്ങൾ ഉണ്ടാക്കും. ഇത് ഉണ്ടാക്കാനുള്ളതിൻ്റെ മെയിൻ കാരണം ഞങ്ങളുടെ ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് വരുമ്പോൾ അവൾക്ക് വേണ്ടി ഞങ്ങൾ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് ഓർത്തല്ലേ. അപ്പം ഞാനും ഇടം കൂടി നമ്മളിപ്പോൾ പൊട്ടറ്റോൻ്റെ തൊലി കളഞ്ഞിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കും. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പൊടികളൊക്കെ ഇട്ട്, കുറച്ച് ജീരപ്പൊടി, കുറച്ച് കസൂരി മെത്തി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ചുമ്മാ ഒരു പൊട്ടറ്റോ മിക്സ് ഉണ്ടാക്കാം. അത് ഇതിനകത്ത് ഫില്ല് ചെയ്യാം, വെള്ളം ഉണ്ടാക്കാം, കഴിക്കുക. അത്രയേ ഉള്ളൂ സാധനം. 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഏകദേശം വലിയ കുഴപ്പമില്ലാണ്ട് ഒരു ബോക്സിന് അത്യാവശ്യം കൊള്ളും. ഓക്കെ, റെഡി? എവിടെ റെഡി? റെഡി? ഇല്ല പിന്നെ ഇതേ അമ്മയ്ക്ക് തന്നെ അറിയാൻ പാടില്ല. തുടങ്ങി തരാം. ഇതിന്റെ പേരെന്നിട്ടെന്ന് പാനിപൂരി. ഇതിന്റെ ഇതേ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, നമ്മുടെ നാട്ടിലുണ്ടെന്ന് എറണാകുളത്തൊക്കെ ഉണ്ടോ? ഇതേ അപ്പയുടെ അവിടെയൊക്കെ ഉണ്ട്, എറണാകുളത്ത് നാട്ടിലൊക്കെ ഉണ്ട്. നിനക്ക് വേണോ പാനിപൂരി? പാനിപൂരി നിനക്ക് തരൂല്ല. അതെന്തേ? അവൻ കുഞ്ഞാണേടാ. ശരിയാണ്, കഴിക്കാൻ പാടില്ലല്ലേ. നിനക്ക് തരൂല്ല, നീ കുഞ്ഞല്ല, നീ വലുതാവുമ്പോ തരാം. നീ വലുതാവുമ്പോ തരാം. ടേബിളേ ചേട്ടൻ ഇപ്പൊ ബിഗ് അല്ലേ? ചേട്ടൻ ബിഗ് ആവുമ്പോഴാണ് കഴിക്കാൻ പറ്റുന്നത് കേട്ടാ. ഓക്കെ, എടുത്തോ. ഞാൻ എടുക്കൂല, നീ കളഞ്ഞാ മതി. നീ കളഞ്ഞോ, ഞാൻ എടുക്കൂല. എന്റെ 2 കഴിഞ്ഞു കേട്ടോ. എന്റെ 2 കഴിഞ്ഞു. ഇതെന്തിട്ട് വീണത്? കളയി ഇന്നുണ്ടാക്കണത്. എടാ അത് മതിയടാ, നമുക്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ കുക്കറിൽ കൊള്ളില്ല, അത് മതി. നിറഞ്ഞു കുക്കർ, ഇതിനകത്ത് ഇടാൻ പറ്റില്ല. ഇത് മതി, അല്ലെങ്കിൽ വേണ്ട എടുത്തോ. വേഗം അങ്ങനെ പിടിക്കും ഇങ്ങനെ. ഞാൻ കളയിട്ട് വേഗം. ചീത്ത ഭാഗം ചെത്തിക്കളഞ്ഞ്. ചെത്തിക്കളഞ്ഞതാ. വേണോ? കുഞ്ഞാക്കണ്ട. കുഞ്ഞാക്കി കഴിഞ്ഞാലേ ഉടഞ്ഞു പോകും ഭയങ്കരമായിട്ട്. ഇത് വേണോ? നീ കടിച്ചതാണോ? ഇത് വേണോ നിനക്ക്? വേണ്ടേ? അപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. മിക്സ് എന്ന് പറയുന്നത്
വേവിച്ചെടുത്ത പൊട്ടറ്റോ അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ, കസൂരി മേത്തി, പിന്നെ കുറച്ച് ബേസിലിൻ്റെ ഡ്രൈഡ് ലീവ്സ് ഇട്ടു. പിന്നെ ഇനി ഇതിനകത്തേക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും, കുറച്ചൊരു ഫ്ലേവർ കിട്ടും. എടുക്കാം. അപ്പം ഇതിനകത്ത് വേറെ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്ന ഒരു മിക്സ് ഉണ്ട് പൊടിയുടെ. ആ പൊടി വെള്ളത്തിൽ കലക്കി എടുത്തതാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ചാട്ട് മസാലയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പൗഡറായിരുന്നു. അപ്പോൾ അത് ചുമ്മാ വെള്ളത്തിൽ കലക്കി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാനി, ഇതാണ് ഇതിൻ്റെ പാനി അതിനകത്ത് വരുന്നത്. ഇനി നമ്മുടെ പാനി റെഡിയാണ്, പൂരി റെഡിയാണ്. അല്ല, ഇതാണ് തോന്നുന്നു പൂരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സംഭവം കഴിക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ഇതിപ്പോൾ റെഡിമെയ്ഡാണ്, വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല. ഇതിനെ ജസ്റ്റ് എടുക്കാം. ഈ ഗോൾഗപ്പ ഇതിനെ പറയുന്നത് എനിക്ക് തോന്നുന്നു. ഗോൾഗപ്പ ഇതിൻ്റെ ഒരു സൈഡ് സോഫ്റ്റും മറ്റേ സൈഡ് കുറച്ച് കട്ടിയുണ്ടാവും. അപ്പോൾ അതിൻ്റെ സോഫ്റ്റ് സൈഡാണ് പൊട്ടിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ് സൈഡ് ജസ്റ്റ് ഇങ്ങനെ കുത്തി കഴിയുമ്പോൾ അത് നിറഞ്ഞോളും, അല്ല പൊട്ടിക്കോളും. എന്നിട്ട് അതിനകത്തേക്ക് ഈ മിക്സ് ഇടുക, കുറച്ച് പാനി ഒഴിക്കുക. വലിയ കുഴപ്പമില്ല. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഞങ്ങളത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഈ പാനി ഉണ്ടാക്കിയെടുക്കുമായിരുന്നു. മിൻറ്റ് പിന്നെ കൊറിയാൻഡറിൻ്റെയും ഫ്രഷ് ലീവ്സ് വെച്ചിട്ട് അരച്ച് അതിനകത്തേക്ക് കുറച്ച് കുരുമുളകും ജീരകപ്പൊടിയും അങ്ങനെയൊക്കെ ഇട്ട് അതിൻ്റെ ജ്യൂസായിട്ട് പിഴിഞ്ഞെടുത്ത് അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. കുറച്ച് പുളിയുടെ വെള്ളം കൂടി ഒഴിച്ചിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടി നല്ലതാണ്. ഇത് ജസ്റ്റ് ഒന്നുമില്ലാത്തതിനും പകരം വലിയ കുഴപ്പമില്ലെന്ന് പറയാം. എന്നാലും അത്ര വലിയ ഫ്ലേവറൊന്നുമില്ല. ചാറ്റ് മസാലയുടെ ഒരു നല്ല ഫ്ലേവർ ഉണ്ട്, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഈ മിക്സിനകത്തേക്കും ചാറ്റ് മസാല ഇട്ട നല്ലതാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പാനിക്ക് പകരം അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു ലൈറ്റ് മധുരത്തിൻ്റെയും കൂടി ലിക്വിഡ് ഉണ്ടാക്കാം. ഞാൻ അന്ന് ഉണ്ടാക്കിയിരുന്നത് നമ്മുടെ വാളംപുളി വെച്ചിട്ട് പിഴിഞ്ഞിട്ട് അത് ജസ്റ്റ് വാളംപുളിയുടെ വെള്ളം അതിനകത്തേക്ക് എനിക്ക് പൊടിക്ക് പഞ്ചസാരയും ഉപ്പും രണ്ടും ഒന്ന് നല്ല രീതിയിൽ പോകുന്ന പോലെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു പാനിയായിരുന്നു. കുറച്ച് ഇതിനേക്കാളും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് അതായിരുന്നു. പിന്നെ ഇനിയും എരിവോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ ഇതിനകത്ത് ട്രൈ ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സോസുകൾ ഇതിൻ്റെ പൊക്കത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഞങ്ങൾ മുന്നേ ഉണ്ടാക്കി കഴിഞ്ഞ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ അലാപ്പിനോൻ്റെ ഒരു സോസ് ഉണ്ടായിരുന്നു. അത് അതിൻ്റെ പൊക്കത്ത് ഇങ്ങനെ ചുമ്മാ സ്ക്വീസ് ചെയ്ത് വെച്ചിട്ട് നല്ലതായിരുന്നു, നല്ല ഫ്ലേവറായിരുന്നു. ഇപ്പം നമ്മൾ ട്രൈ ചെയ്യാൻ പോണ രണ്ട് വെറൈറ്റി ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇത് മറ്റേ സ്പൈസി സോസാണ്, ചിപ്പോട്ട്ലി എന്നാണ് തോന്നുന്നു ഇതിനെ പറയുന്നത്. പിന്നെ ഇത് നമ്മുടെ സാധാ കെച്ചപ്പ്, ഇത് ടൊമാറ്റോ സോസ് അത് തന്നെ. ഇത് ചെറിയൊരു ഇത്തിരി ഒരു ലൈറ്റ് സ്പൈസി എന്ന് വേണമെങ്കിൽ പറയാം, മീഡിയം സ്പൈസി എന്ന് പറയാം. ഇത് പിന്നെ ഒരു മധുരം ഇതൊക്കെ ആയിരിക്കും. അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ട്രൈ ചെയ്തതല്ലായിരുന്നു, അത് അലാപ്പിനോൻ്റെ ഒരു സോസ്. ഇത് കുറച്ചുകൂടി സ്പൈസി ആയിരുന്നു, ഇത് അത്രയും സ്പൈസി അല്ല. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഏബലോട്ടിന് എഴുന്നേറ്റ്. ഇത് ഈ സോസിൻ്റെ കൂടെ നല്ലതാണ്, ചെറിയൊരു എരിവും കൂടെ കിട്ടുന്നുണ്ട്. പാനി മിക്സും മാത്രം ഒഴിച്ച്
കഴുകണേക്കാളും നല്ലതാണ് ഇതിൻ്റെ കൂടെ. ഓക്കെ കെച്ചപ്പും കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുകൂടെ ഒയ്യോ, പൊടിഞ്ഞു പോയി. എന്താ വിളിക്കൂട്ടി ഒന്നും പൊട്ടിപ്പോയതാ. ഞാൻ പറയാം. ഇത് നല്ല സോസായിട്ടാണ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കിയതാ ഇത്. ഇപ്പൊ തന്നെ പോയത് പക്ഷെ വെയാറ്റിയാണ്. ഞാൻ നന്ന വെയാറ്റി സാധനം എന്ത് സാധനം? വെയാറ്റി സാധനം. ഓ, വെറൈറ്റി സാധനം പറഞ്ഞാ കെച്ചപ്പ് പൊളി കേട്ടോ. പാനിപൂരി കെച്ചപ്പ് ഒഴിച്ചാലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. അടിപൊളി സാധനം. അതിന് പറഞ്ഞോ ടൊമാറ്റോ പസ്റ്റത്തില് ഇത് എരിവുണ്ട്. പക്ഷെ ചെറിയ മുക്കി മുക്കി ചെറുതായിട്ട് എരിവുണ്ട്. പക്ഷെ നന്ന വെയാറ്റിത് പഴം. ഈ വെറൈറ്റികളൊന്നും ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യാം. ഫസ്റ്റ് വൺ വിത്ത് കെച്ചപ്പ്, സെക്കൻഡ് ഏതെങ്കിലുമൊക്കെ ഒരു സോസ്. ഊരിവെള്ളം വലിയ സുഖമൊന്നുമില്ല, ഒരു ഫ്ലേവറും ഇല്ല, ഒന്നുമില്ല. അതിന് ഭേദം ഇത് ചുമ്മാ ഇങ്ങനെ എടുത്ത് പപ്പടവും കറിയും കഴിക്കാനായി നല്ല. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.